പലപ്പോഴും നമ്മൾ തകരാൻ കാര്യം നമുക്ക് നമ്മുടെ ഭാവി അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ഇന്നലെയെ നമുക്കറിയാം. നമ്മുടെ പാസ്റ്റ് വളരെ പ്രശ്നമുള്ളതായിരുന്നിരിക്കാം. നമ്മുടെ ഇന്ന് വർത്തമാനവും വളരെ പ്രശ്നമുള്ളതായിരുന്നിരിക്കാം. എന്നാൽ നമ്മൾ നിരാശപ്പെടാൻ കാര്യം നമ്മുടെ നല്ല നാളെയെ നമുക്കറിയില്ല. ഓ ഹല്ലേലൂയ, ആമേൻ. ഈ പ്രശ്നത്തിന്റെ മെയിൻ കാര്യം നമ്മുടെ നാളെയെ നമുക്കറിയില്ല. ഞാനൊരു കാര്യം വളരെ സിമ്പിളായി പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ യോഹന്നാൻ സുവിശേഷം വായിക്കുന്നു എന്ന് ചിന്തിക്കുക. ഒരു മനുഷ്യൻ യോഹന്നാൻ സുവിശേഷം വായിക്കുകയാണ്. അവൻ 1-ാം അധ്യായം തുടങ്ങുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു എന്ന് വായിച്ചുകൊണ്ടാണ്. ഇങ്ങനെ 1-2 അധ്യായങ്ങൾ കഴിയുമ്പോൾ അവൻ യേശുവിനെ പറ്റി പഠിക്കും. അവൻ യേശുവിന്റെ അത്ഭുതങ്ങളെ പറ്റി പഠിക്കും. 5-ാം അധ്യായത്തിൽ യേശു ചെയ്യുന്ന വിടുതലിനെ കുറിച്ച് പഠിക്കും. 2-ാം അധ്യായത്തിൽ അവൻ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് പഠിക്കും. ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ മരണമാണ്. ആ മനുഷ്യൻ ആ 19-ാം അധ്യായത്തോടുകൂടെ ആ സുവിശേഷം വായിക്കുന്നത് നിർത്തിയാൽ അവന്റെ അകത്തുണ്ടാകുന്നത് ഒരു വലിയ നിരാശയായിരിക്കും. കാരണം അവൻ 20-ാം അധ്യായം വായിച്ചില്ല. 20-ാം അധ്യായം പറയുന്നത് മരിച്ച യേശുവിനെ കുറിച്ചല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും ശക്തിയെ തകർത്ത് ജീവിച്ചെഴുന്നേറ്റ് യേശുവിനെ പറ്റിയോ. നിന്റെ ലൈഫ് 19-ാം അധ്യായം കൊണ്ട് അവസാനിക്കില്ല. നിന്റെ ലൈഫിനകത്തുള്ള 20-ാം അധ്യായവും 21-ാം അധ്യായവും ദൈവത്തിനറിയോ. നിന്റെ 19-ാം അധ്യായത്തെ കണ്ടിട്ട് നീ അവസാനിച്ചു എന്ന് നിന്നോട് തന്നെ പറയണ്ട. നിന്റെ 19-ാം അധ്യായം വായിച്ചിട്ട് നിനക്കിന് ഒരു മാറ്റമില്ല എന്ന് നിന്നോട് തന്നെ പറയണ്ട. ഒരു 20-ാം അധ്യായം കൂടെ ദൈവം നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒരു 21-ാം അധ്യായം കൂടെ ദൈവം നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. നിന്റെ ഇന്നലെയെ കുറിച്ച് മാത്രം നീ ചിന്തിച്ച് ഭാരപ്പെടണ്ട. നിന്റെ ഇന്നിനെ കുറിച്ച് മാത്രം ചിന്തിച്ചും നീ ഭാരപ്പെടണ്ട. നിന്റെ നാളെയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ ഭാവിയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരപ്പൻ നിനക്കുണ്ട്. നിന്റെ ഭാവിയെ ചുമക്കുന്ന ഒരപ്പൻ നിനക്കുണ്ട്. മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒരു ശുഭഭാവി നിനക്ക് നൽകാൻ കഴിയുന്ന ഒരു പിതാവ് നിനക്ക് സ്വർഗത്തിലുണ്ട്. 19-ാം അധ്യായം അവസാനിക്കാൻ സമയമായി, 20 തുടങ്ങാൻ നേരമാകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റൂ? എന്റെ 19-ാം അധ്യായം അവസാനിക്കാൻ സമയമായി. പെട്ടിയിലാകുമെന്ന് ലോകം പറഞ്ഞ അധ്യായം അവസാനിക്കാൻ സമയമായി. നീ തീരുമെന്ന് ലോകം പറഞ്ഞ അധ്യായം അവസാനിക്കാൻ സമയമായി. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അധ്യായം, ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ അധ്യായം. നീ കേൾക്കുന്ന ശബ്ദങ്ങളെ വിശ്വസിക്കേണ്ട. നീ നിന്റെ ചെവിയിൽ കേൾക്കുന്ന ശാപങ്ങളെ വിശ്വസിക്കേണ്ട. നിന്റെ ചെവിയിൽ കേൾക്കുന്ന വലിയ പ്രശ്നങ്ങളെ വിശ്വസിക്കേണ്ട. അതല്ല നിന്റെ സത്യം. നിന്നെ കുറിച്ചുള്ള അവസാന വാക്ക് പറയണത് നിന്റെ കൂട്ടുകാരോ നിന്റെ വേണ്ടപ്പെട്ടവരോ അല്ല. കാരണം നിന്റെ ഭാവിയെ കൈപിടിച്ചിരിക്കുന്നത് നിന്റെ ദൈവമാണെങ്കിൽ, നിന്റെ ഭാവിയെ ഡിസൈൻ ചെയ്തത് നിന്റെ ദൈവമാണ്. നിന്നെ കുറിച്ച് മോശം പറയാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ സാധ്യതയുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർ നിന്റെ ഭാവിയെ കാണാത്തത് കൊണ്ടാണ്. അവർക്ക് നിന്നെ ഇന്നത്തെ അനുഭവം അറിയാമായിരിക്കാം, ഇന്നലെ അറിയാമായിരിക്കാം. എന്നാൽ ദൈവത്തിന് നിന്റെ ഇന്നലകളെ മാത്രമല്ല നിന്റെ നാളെയും അറിയാം. കൈ ഉയർത്തി വരും, ഹല്ലേലൂയ പറ. അവന് നിന്റെ ഭാവിയെ അറിയാം. അവൻ നിന്നെ അനുഗ്രഹിക്കുന്നു പറയാൻ കാര്യം, നീ മരിക്കത്തില്ലെന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല. നിന്റെ ഭാവി അവൻ അറിയാം. നിന്റെ ഇന്നലെയെ മാത്രമല്ല നിന്റെ ഭാവിയെ ദൈവത്തിന് അറിയാം.